വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ സ്കോച്ച്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്തായിരുന്നു ബട്ടർ സ്കോച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള റെസിപ്പി ഇടാൻ പറ്റുമോ എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യുന്ന ബട്ടർ സ്കോച്ച്. എങ്ങനെയാണ് 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു പ്രത്യേകം നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കണം. കാരണം ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഫ്ലേവർ ചേഞ്ച് ആവും. അപ്പം പ്രത്യേകം കാണുന്നവരെല്ലാവരും ഫുള്ള് വീഡിയോ കാണണം, എന്നിട്ട് മാത്രമേ ഉണ്ടാക്കാൻ ശ്രമിക്കാവുള്ളൂ. അപ്പം ഹിയർ ഇസ് എ റെസിപ്പി. ലെറ്റ്സ് ഗോ ടു ദ ബേക്ക് ഷോപ്പ്. ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ ക്യാരാമൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഷുഗർ നമ്മുടെ പോട്ടിലോട്ട് ഇടാം. എന്നിട്ട് ചെറിയ സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ചെറുതായിട്ട് ക്യാരാമൽ ഉണ്ടാക്കിയെടുക്കാം. ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഷുഗർ. ക്യാരാമൽ ചെയ്യുന്ന ഷുഗർ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് നമ്മൾ ക്യാരാമൽ ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ ക്യാരാമൽ ഫ്ലേവർ ആവും. അതേപോലെ നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കി ഫ്ലേവർ ആവും. അതിന് കാരണം എന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് ഉണ്ട് നമ്മുടെ റെസിപ്പിയിൽ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രൈ ക്യാരാമലാണ്. ഡ്രൈ ക്യാരാമൽ ഇപ്പോൾ സാധാരണ ക്യാരാമൽ ഉണ്ടാക്കുന്നത് നമ്മൾ ചില വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ബട്ടർ സ്കോച്ചിന് ഒരിക്കലും വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ഡ്രൈ ക്യാരാമൽ ഉണ്ടാക്കുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പം അത് വളരെ സ്ലോ ആയിട്ട്, ഒരു കാരണവശാലും നമ്മൾ ഇളക്കാനും പാടില്ല കേട്ടോ. വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ആ ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ബ്രൗൺ ക്യാരാമൽ ആയിരിക്കാണ്. ഇതിന് ഡ്രൈ ക്യാരാമൽ എന്നാണ് പറയുന്നത്. ഏറ്റവും സ്ലോ ആയിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ, അതായത് ഫയർ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ കളർ കിട്ടില്ല. ഇനി കുറേശ്ശെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗീയുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീയുടെ ആഡ് ചെയ്യുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ ആഡ് ചെയ്തില്ലെങ്കിൽ ഇത് ആ ഓയിൽ മോളി വന്ന് പൊങ്ങി നിൽക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ഫുള്ളായിട്ട് നഷ്ടപ്പെടും. അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ടൻസ് മിൽക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിലോട്ട് ഫോൾഡ് ചെയ്ത് കയറ്റാം. ശരിക്കും പറഞ്ഞാൽ ആ മിക്സിങ്ങിന് വളരെ എളുപ്പമാണ്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഗ്ലാസ് ബോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന് മുകളിലൊരു ക്ലീൻ റാപ്പ് വെച്ച് നമുക്ക് റാപ്പ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പം ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാരാമലിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അളവാണ്. ഇപ്പോൾ നമ്മൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്യാരാമൽ അതിൻ്റെ മെൽറ്റ് ചെയ്യുന്ന ആ കളറ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫഡ്ജായി പോകും. അത് ക്യാരാമലിൻ്റെ കളറ് കൂടിപ്പോയി കഴിഞ്ഞാൽ ക്യാരാമൽ ഫ്ലേവറായി പോകും. അപ്പം അത് രണ്ടിനും നടുക്കുള്ള ഒരു ഫ്ലേവറാണ് ബട്ടർ സ്കോച്ചിൻ്റെത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഫ്ലേവർ കൊടുക്കുന്നത് നമ്മുടെ ഗീ ആണ് കേട്ടോ. ഗീ ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫഡ്ജായി. ഫഡ്ജ് ബട്ടർ മാത്രം ഇട്ടാൽ മതി. ബട്ടറും ക്യാരാമലും കണ്ടൻസ് മിൽക്ക് മാത്രം മതി. അപ്പോൾ ബട്ടർ സ്കോച്ച് ആണെങ്കിൽ ഗീയും ആഡ് ചെയ്യണം. അതാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ബട്ടർ സ്കോച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ബട്ടർ സ്കോച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി മുതൽ ആരും കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.